പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കേന്ദ്രത്തിലെ NDA സർക്കാരിനെ പാർലമെന്റ് മുതൽ തെരുവുകൾ വരെ വളയാനുള്ള തന്ത്രം മെനയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ പൊള്ളുന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനോടൊപ്പം ഡൽഹിയിൽ നിന്ന് സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ പ്രകടനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ സർക്കാരിനെ എല്ലാവിധത്തിലും മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും സന്ദർശിക്കുകയും സർക്കാരിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ പ്രശ്നങ്ങൾക്ക് പുറമെ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ്. യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നീറ്റിലെയും മറ്റ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെയും ക്രമക്കേടിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയുള്ളത്. ഈ വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അതുപോലെ തന്നെയാണ് മണിപ്പൂരിന്റെ കാര്യവും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 തവണയാണ് രാഹുൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയത്. ഇവിടെ സ്ഥിതി മെച്ചപ്പെടുന്നതിന് പകരം വഷളാവുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും മണിപ്പൂരിൽ എത്തിയിട്ടുമില്ല. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് പാർലമെന്റിൽ മറുപടി പറയിക്കുമെന്നും രാഹുൽ നേരത്തെ വ്യക്തമാക്കിയതാണ്. സൈന്യത്തിന്റെ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലൂടെ NDA ഘടകകക്ഷികളുടെ പിന്തുണയും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ അതിശക്തമായി തന്നെ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഹരിയാനയും BJPയുടെ ഭരണത്തിലാണ്. മഹാരാഷ്ട്രയിൽ സഖ്യമാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് BJPയാണ്. ഹരിയാനയിൽ BJPയാണ് ഭരിക്കുന്നത്. മാത്രമല്ല ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നിലനിർത്തുവാനും ഈ സമ്മേളനത്തിലെ പ്രകടനം ഒരു നിർണായക ഘടകമായിരിക്കും.